അമേരിക്കയിൽ ജോലി ചെയ്യുന്ന H-1B L-1 വിസ ജീവനക്കാർക്കും F-1 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന മലയാളി പ്രവാസികൾക്കും അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്ന മറ്റ് വിദേശ പൗരന്മാർക്കും അത്യന്തം പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശികളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ, വിലാസമാറ്റങ്ങൾ, ബയോമെട്രിക് നടപടികൾ എന്നിവ സംബന്ധിച്ച നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ വിദേശികളും ഈ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഏലിയൻ രജിസ്ട്രേഷൻ എന്നത് പുതിയ നിയമമല്ല. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം വർഷങ്ങളായി നിലവിലുള്ള ഒരു നിയമമാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ DHS ഈ നിയമത്തിന്റെ എൻഫോഴ്സ്മെന്റും ഡിജിറ്റൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ മുൻപത്ര ഗൗരവമായി കാണാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കർശനമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇനി പലർക്കുമുള്ള സംശയം, H-1B L-1 F-1 വിസയിലുള്ള എല്ലാവരും വീണ്ടും രജിസ്റ്റർ ചെയ്യണോ എന്നതാണ്. അമേരിക്കയിൽ നിയമപരമായ വിസയോടെ പ്രവേശിച്ച ഭൂരിഭാഗം വിദേശികളും പ്രവേശന സമയത്ത് തന്നെ സർക്കാർ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരാണ്. വിസ I-94 രേഖ, ആവശ്യമായ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവ ഇതിനോടകം സർക്കാർ രേഖകളിലുണ്ട്. അതുകൊണ്ട് എല്ലാ H-1B L-1 F-1 വിസ ഉടമകളും വീണ്ടും പുതിയ രജിസ്ട്രേഷൻ ചെയ്യണമെന്നത് ശരിയല്ല. എന്നാൽ രജിസ്ട്രേഷൻ ബാധ്യതയുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നവർ DHS നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിലേക്ക് വരാം. അമേരിക്കയിൽ താമസിക്കുന്ന ഭൂരിഭാഗം വിദേശികളും താമസവിലാസം മാറുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ USCISനെ അറിയിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. ഇതിനായി ഫോം AR-11 ഓൺലൈനായി സമർപ്പിക്കാം. വിലാസം അപ്ഡേറ്റ് ചെയ്തത് കാരണം USCIS അയക്കുന്ന പ്രധാനപ്പെട്ട നോട്ടീസുകൾ ലഭിക്കാതെ പോകാനും ചില ഇമിഗ്രേഷൻ നടപടികളിൽ പ്രശ്നം നേരിടാനും സാധ്യതയുണ്ട്. അതിനാൽ വിലാസമാറ്റം ഉണ്ടായാൽ അത് ഒരിക്കലും അവഗണിക്കരുത്. ഇനി H-1B L-1 ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ, പുതിയ പെറ്റീഷനുകൾ, എക്സ്റ്റൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യമായ രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കണം. USCIS ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് അധിക ബയോമെട്രിക് പരിശോധനകൾ നടത്തുക. ഓരോ ജോലി മാറ്റത്തിനും ബയോമെട്രിക് അപ്ഡേറ്റ് നിർബന്ധമാണെന്ന ധാരണ ശരിയല്ല. F-1 വിദ്യാർത്ഥികൾക്കും ഒരു പ്രധാന ഉത്തരവാദിത്തമുണ്ട്. OPT അല്ലെങ്കിൽ STEM OPT കാലയളവിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ തൊഴിൽ വിവരങ്ങളും വിലാസമാറ്റങ്ങളും ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽ മുഖേന സേവിംഗ് സിസ്റ്റത്തിൽ സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഗ്രീൻ കാർഡിനായി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ ഫോം I-485 സമർപ്പിക്കുന്നവരും USCIS അയക്കുന്ന എല്ലാ നോട്ടീസുകളും സമയത്ത് പരിശോധിക്കണം. ബയോമെട്രിക് അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ നിശ്ചിത തീയതിയിൽ ഹാജരാക്കുകയോ ആവശ്യമായാൽ ഔദ്യോഗിക റീഷെഡ്യൂൾ ചെയ്യുകയോ വേണം. അനാവശ്യമായ അപ്പോയിന്റ്മെന്റുകൾ ഒഴിവാക്കുന്നത് കേസ് വൈകാൻ കാരണമായേക്കാം. DHS ഇപ്പോൾ ഡിജിറ്റൽ രേഖ പരിശോധനയും വിവിധ സർക്കാർ ഡേറ്റാബേസുകളുമായുള്ള വിവരശേഖരണവും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അപേക്ഷകളിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ പ്രധാന വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ചില സാഹചര്യങ്ങളിൽ ഇത് അപേക്ഷ നിരസിക്കപ്പെടുന്നതിനും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ആരംഭിക്കുന്നതിനും കാരണമായേക്കാം. അതിനാൽ എല്ലാ രേഖകളും സത്യസന്ധവും കൃത്യവുമാണെന്ന് ഉറപ്പാക്കണം. പ്രവാസി മലയാളികൾ ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ USCIS ഓൺലൈൻ അക്കൗണ്ട് ഇടയ്ക്കിടെ പരിശോധിക്കണം. രണ്ടാമതായി, വിലാസം മാറിയാൽ 10 ദിവസത്തിനുള്ളിൽ ഫോം AR-11 സമർപ്പിക്കുക. മൂന്നാമതായി, USCISൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നോട്ടീസുകളും അപ്പോയിന്റ്മെന്റ് ലെറ്ററുകളും സമയത്ത് പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. നാലാമതായി, ഇമിഗ്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപ് ആവശ്യമായാൽ പരിചയസമ്പന്നരായ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ ഉപദേശം തേടുക. അമേരിക്കയിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുന്ന സാഹചര്യത്തിൽ ചെറിയ അശ്രദ്ധ പോലും ഭാവിയിലെ വിസ, ഗ്രീൻ കാർഡ്, മറ്റ് ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾ എന്നിവയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഔദ്യോഗിക USCIS നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുകയും നിങ്ങളുടെ രേഖകൾ എപ്പോഴും പുതുക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെയും വിസ നയങ്ങളിലെയും ഏറ്റവും പുതിയ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.